ഈ സമ്മർ സീസൺ ആയാലും ഈ വെള്ളത്തിനൊരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 to 10 ഡിഗ്രി വരെ ആട്ടാ. അപ്പോൾ പിന്നെ വിൻ്റർ സീസണിൽ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ, അത്രയ്ക്ക് തണുപ്പാട്ടാ. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളിന്ന് പോണത് സ്ലോവേനിയയിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റിവറിലേക്കാട്ടാ. സ്റ്റോച്ച എന്നാണ് ആ റിവറിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ കൂടെ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യാം. സ്ലോവേനിയയിൽ തന്നെ കാണാനായിട്ട് കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും ഈ കൺട്രിയിലൊന്നുമില്ല, കാണാനായിട്ടൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഇവിടെ തന്നെ കുറേ സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട്. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ സോച്ച എന്ന് പറഞ്ഞൊരു റിവർ കേട്ടോ. ഈ ലുബ്ലിയാനയിൽ നിന്ന് തന്നെ ഏകദേശം ഒരു 2-3 മണിക്കൂർ ട്രാവൽ ചെയ്യണം കേട്ടോ അവിടെ എത്തണമെങ്കിൽ. ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യണ ഒരുത്തൻ്റെ കൂടെ കാറിലാണ് പോണത്. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഏകദേശം ഒരു 2-3 മണിക്കൂറോളം എടുത്തു. ബസ് ഉണ്ടോയെന്ന് കറക്റ്റായിട്ട് അറിയില്ല. ഏകദേശം കുറേ ബസ്സുകൾ കണ്ടു ഞങ്ങൾ വരുന്ന വഴിക്ക്. ബസ് ഉണ്ടെന്ന് തോന്നണം അവിടെ. ഞങ്ങൾ ഏകദേശം ഒരു 7 മണി 8 മണി ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ്. നമ്മൾ പരമാവധി നേരത്തെ ഇറങ്ങി കഴിഞ്ഞാൽ ഈ ട്രാഫിക്കും ബ്ലോക്കൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ലേറ്റ് ആവും തോറും ഈ ട്രാഫിക്കൊക്കെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ നേരം വൈകാണ്ടിരിക്കാനായിട്ട് ഇത്തിരി നേരത്തെ ഇറങ്ങിയിട്ടാണ്. നമ്മൊരു കുറേ ഹെയർ പിന്നുണ്ട് കേട്ടോ. ഒരു മല കയറിയിട്ട് പിന്നെ ഇറങ്ങുമ്പോഴാണ് ഈ റിവർ ഉള്ളത്. ഏകദേശം ഇറ്റലിയുടെയൊക്കെ ബോർഡറായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. നമ്മൾ ഈ ഇടുക്കിക്ക് വയനാടൊക്കെ പോകുമ്പോൾ ഉള്ള വഴികൾ കണ്ടിട്ടില്ലേ, അതേപോലത്തെ വഴികളാട്ടോ ഫുള്ള് ഈ വളവും തിരിവും പിന്നെ ഹെയർ പിന്നുകളും ഫുള്ള് ഇങ്ങനെയാട്ടോ വഴി. പക്ഷേ വഴിയൊക്കെ അടിപൊളി വഴിയാട്ടോ. ഇങ്ങനെ വഴിയിൽ പാർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ഇടയ്ക്കൊക്കെ ഓരോ ഗ്രാമങ്ങളും സിറ്റികളൊക്കെ കാണാൻ പറ്റും കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. പിന്നെ അടിപൊളി വഴികളൊക്കെ കേട്ടോ കാണാനൊക്കെ ആയിട്ട്. നമ്മളിങ്ങനെ കുറേ താമസമില്ലാത്ത കുറേ നമുക്ക് സ്ഥലങ്ങൾ കാണാൻ പറ്റും. പിന്നെ കുറച്ച് സ്ഥലത്ത് കുറേ വീടുകളൊക്കെ കാണാൻ പറ്റും. പിന്നെ വീണ്ടും കുറേ താമസമില്ലാത്ത സ്ഥലങ്ങൾ, അങ്ങനെയാട്ടോ ഇത് പോണേ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ശരിക്കും ഇതിൻ്റെ ഒരു ഭംഗി അടിപൊളിയാണ്. പിന്നെ ഞങ്ങൾ അവിടെ വഴിയിൽ തന്നെ ഒരു ഇതാട്ടോ, ഒരു റിവറാണ് അവിടെ. നമുക്കിവിടെ കുളിക്കാനൊക്കെ പറ്റും കേട്ടോ. നമ്മളിങ്ങനെ കുറേ നേരം ട്രാവൽ ചെയ്ത് വരല്ല, അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇവിടേക്ക് റെസ്റ്റ് ചെയ്ത് കുളിച്ചിട്ടൊക്കെ പോവാം. നമുക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലൊരു ട്രെയിനിൻ്റെ ഒരു ബ്രിഡ്ജ് കാണാൻ പറ്റും, ഒരു വലിയ ബ്രിഡ്ജ്. ആ ബ്രിഡ്ജിൻ്റെ താഴെയായിട്ട് റിവർ ഉള്ളത്. കുറേ ആൾക്കാർ വന്ന് ഈ ടൂറിസ്റ്റുകളൊക്കെ വന്ന് ഇവിടെ റെസ്റ്റ് ചെയ്യണ കാണാം. കാട്ടിയരാൻ ബ്രിഡ്ജ് കണ്ട, ഇതാണ് ആ ബ്രിഡ്ജ്. നമുക്കങ്ങനെ പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിൽ ഒരു ബ്രിഡ്ജ്, ട്രെയിനൊക്കെ പോകാനുള്ളത്. അവിടെ തന്നെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ അടിയിൽ സ്ഥലമുണ്ട്. പിന്നെ ഫുഡൊക്കെ വേണമെങ്കിൽ അവിടെ തന്നെ കഴിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് സോച്ചയ്ക്കാണ് പോകണം. അപ്പോൾ വഴിയിൽ കണ്ടപ്പോൾ അവിടെ ഇറങ്ങിയതാട്ടാ. പിന്നെ നമ്മൾ വീണ്ടും ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോവാട്ടാ. നമുക്ക് വഴിയിലൊക്കെ കുറേ മലകളും വീടുകളൊക്കെ ഉണ്ട്. അവിടെ ഒരു വീട് കണ്ട, അടിപൊളി വീടുകളൊക്കെ ആട്ടാ. പിന്നെ ഇവിടെ കുറേ കൃഷികളൊക്കെ കാണാൻ പറ്റും പോണ വഴിക്ക്. കുറേ ചോളം കൃഷി ചെയ്യാതൊക്കെ, പിന്നെ കുറേ പശു ഫാമുകൾ, അങ്ങനെ കുറേ ഉണ്ട് കാണാനായിട്ട്. നല്ല വ്യൂ ആട്ടോ ഇവിടെ നിന്നൊക്കെ കാണാനായിട്ട്. കണ്ട വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, മലയും താഴെ കുറേ ഗ്രാമങ്ങളും അങ്ങനെയൊക്കെ ആട്ടാ. നല്ല രസമുണ്ട് ഇങ്ങനെ പോകാനായിട്ട്. നമ്മൾ ബോറടിക്കില്ല, ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല രസമായിട്ട് പോവാം. ഇടയ്ക്കൊക്കെ നമ്മൾ വഴിയിലൊക്കെ ഇറങ്ങി നമുക്ക് റിലാക്സ് ചെയ്ത് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമുക്കിങ്ങനെ റിലാക്സ് ചെയ്യാനായിട്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വഴിയിലൊക്കെ. അവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്ത് അങ്ങനെയൊക്കെ പോകാട്ടോ. നല്ല സ്ഥലങ്ങളൊക്കെ കേട്ടോ കാണാനൊക്കെ ആയിട്ട്. കുറേ പുഴകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ കുളിച്ചിട്ട് നമുക്ക് പതുക്കെ റിലാക്സ് ചെയ്ത് പോകാം. ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകാൻ അടിപൊളിയാട്ടോ. നമ്മൾ അങ്ങനെ ഏകദേശം അവിടെ എത്തിയിട്ടോ, സോച്ച റിവറിൻ്റെ അവിടെ. ആ ബ്രിഡ്ജും വന്നിട്ടുള്ളൊരു വീഡിയോ ആട്ടത്. ആ വെള്ളം ഫുള്ള് ബ്ലൂ കളറാട്ടോ. ഈ ബ്ലൂ റിവർ എന്നാണ് ഈ സോച്ചനെ അറിയപ്പെടുന്നത് തന്നെ. നല്ല അടിപൊളി വെള്ളമാട്ടോ. കുറേ ആൾക്കാർ അവിടെ നിന്ന് കുളിക്കുന്നുണ്ട്. ബ്രിഡ്ജിൻ്റെ താഴെയുള്ളൊരു വ്യൂ ആട്ടോ. കണ്ട മീനൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. കണ്ട അവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ട് അതിൻ്റെ താഴെ. അവിടെ കുളിക്കുന്നുണ്ട്. കണ്ട വ്യൂ അടിപൊളിയാട്ടോ. ആ ബ്രിഡ്ജും ഒക്കെ കാണാൻ അടിപൊളിയാട്ടോ. പിന്നെ ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് കുറേ ടൂറിസ്റ്റുകൾ വന്നിട്ട് കേട്ടോ. വഴി മൊത്തം ബ്ലോക്കാണ്. എല്ലാവരും മറ്റ് കൺട്രീസിൽ നിന്നൊക്കെ എല്ലാവരും വന്നിട്ട് ഈ സ്ഥലത്തേക്ക്. നമുക്ക് ഈ റിവറിലേക്ക് ഇറങ്ങാൻ പറ്റും കേട്ടോ. അറ്റത്തൊരു വഴിയുണ്ട് താഴത്തേക്ക് ഇറങ്ങാനായിട്ട്. അതിൽ കൂടെ നമുക്ക് താഴേക്ക് ഇറങ്ങാം. ഇതാണ് ആ റിവറിൻ്റെ ഒരു വ്യൂ കേട്ടോ. അടിപൊളി വ്യൂ കേട്ടോ. നല്ല രസം കേട്ടോ. വെള്ളത്തിൻ്റെ ഒരു ടെമ്പറേച്ചർ 7 ഡിഗ്രി കേട്ടോ. നമുക്ക് കുറച്ച് നേരം ഇറങ്ങിയിട്ട് പിന്നെ കുറച്ച് നേരം കയറുന്ന വെയിൽ കൊള്ളാം. കണ്ട ഇതാണ് ആ വഴി കേട്ടോ. ആ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് താഴത്തോട്ടൊരു വഴി കണ്ട, ആ വഴി ഇറങ്ങിപ്പോയാൽ ആ റിവറിൽ പോയിട്ട് നമുക്ക് കുളിക്കാനൊക്കെ പറ്റും കേട്ടോ. ഞങ്ങൾ ഏകദേശം ഒരു 2-3 മണിക്കൂറൊക്കെ അവിടെ നിന്ന് കുളിച്ച സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് തന്നെ പോകട്ടെ. ഈ സോച്ചയിൽ തന്നെ കുറേ സ്ഥലങ്ങളുണ്ട്. ഏകദേശം ഒരു 138 കിലോമീറ്റർ
ലെങ്ത്തുള്ളൊരു റിവർ. അപ്പോൾ ഇതിന് കുറേ ഓരോ പാട്ടായിട്ട് ഇങ്ങനെ വ്യൂസ് വരുന്നത്. അപ്പോൾ നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോവാട്ടോ. വഴിയിൽ നമുക്കിങ്ങനെ കുറേ മലകളും കുറേ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ആ കാണുന്ന മല കണ്ട, ആ മല വെട്ടിപ്പിടിക്കാനായിട്ട് ഇറ്റലിക്കാരും ഈ സ്ലൊവേനിയക്കാരും തമ്മിൽ യുദ്ധമായിരുന്നു കേട്ടോ. എന്നിട്ട് സ്ലൊവേനിയത്തെ കുറേ സോൾജിയേഴ്സ് മരിച്ച അവസാനം ഇവരെന്നെ സ്ലൊവേനിയക്കാർക്ക് തന്നെ കിട്ടിയിട്ടാ മല അവസാനം ഇറ്റലിക്കാരിൽ നിന്ന്. കുറേ വർഷങ്ങൾ മുന്നേ കേട്ടോ, ഈ യൂറോപ്യൻ യൂണിയനിലൊക്കെ വരുന്നതിന് മുന്നാണ് ഇങ്ങനത്തെ ഒരു വാറുണ്ടായിരുന്നത്. നമ്മുടെ കൂടെയുള്ള അവൻ പറഞ്ഞതാട്ടോ. അങ്ങനെ കുറേ ആൾക്കാർ മരിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്, എത്രയോ വർഷങ്ങൾ മുന്നാണ്. അപ്പോൾ ആ മലയാട്ടത് കുറേ ഉണ്ട് കേട്ടോ സ്ഥലങ്ങൾ കാണാനായിട്ട്, ഫുള്ള് മലയാട്ടാ. നമ്മൾ ഈ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഈ പഴനിയൊക്കെ എത്തുമ്പോൾ ഒരു ഇത് കണ്ടിട്ടില്ലേ, കുറേ മലകൾ ഇങ്ങനെ കാണുന്നത്, അതേമാതിരത്തെ ഒരു വ്യൂ ആട്ടത്. നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ പോകാനായിട്ട്. ഈ സോച്ച റിവർ കാണാനായിട്ട് കുറേ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. വഴിയിൽ ഫുള്ളും നമുക്ക് കാണാൻ പറ്റിയത് ഈ ക്യാരവാനിലൊക്കെ വന്നിട്ട്, പിന്നെ ഓരോ പറമ്പുകളിലൊക്കെ അവർ തന്നെ ഇങ്ങനെ പൈസ ഈടാക്കിയിട്ട് അവരവിടെ സ്റ്റേ ചെയ്യാം കേട്ടോ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവിടെ ടെൻറ്റൊക്കെ അടിച്ചിട്ട് അങ്ങനെ സ്റ്റേ ചെയ്യണ സെറ്റപ്പുകളൊക്കെ കാണാൻ പറ്റും കേട്ടോ വഴിയിൽ. നമുക്ക് കുറേ കാഴ്ചകളുണ്ട് കേട്ടോ കാണാൻ. നമ്മൾ പരമാവധി പോകണമെന്നുണ്ടെങ്കിൽ പരമാവധി ഫുഡ് ഐറ്റംസ് ആയാലും ഡ്രിങ്ക്സ് ആയാലും നമ്മൾ മേടിച്ച് വെക്കുക കേട്ടോ. വഴിയിലൊന്നും ഷോപ്പുകളും നമുക്ക് അധികം കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പരമാവധി നമ്മൾ വണ്ടിയിൽ തന്നെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഏകദേശം അടുത്തൊരു സ്പോട്ടിലേക്ക് എത്താറായിട്ടാ, ഒരു അരമണിക്കൂർ ട്രാവൽ ചെയ്ത് ഈ ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ട് കേട്ടോ. കണ്ട ഈ ഒരു സ്ഥലം എത്തിയിട്ടുണ്ട്. അവിടെ ഒരു ആട്ടുപാലാണ് കേട്ടോ. കുറച്ചും കൂടി വെള്ളം ഉണ്ടെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇത് വെള്ളമുണ്ട്, നമുക്ക് നമ്മുടെ ഒരു അരക്കിപ്പം വെള്ളമുണ്ട്. നമുക്ക് ആ വീഡിയോസിൽ എങ്ങനെയെങ്കിൽ കാണാൻ പറ്റണമെന്നറിയില്ല. കണ്ട അവിടെ ഒരു മലയുണ്ട്, കണ്ട ആ വെള്ളം കണ്ട. ഇവിടുത്തെ എല്ലാ വെള്ളത്തിനും ഈ ഒരു കളറാട്ടാ, ഈ ഒരു ബ്ലൂ കളറാണിത്. പിന്നെ ഭയങ്കര തണുപ്പാട്ടാ. അവിടെ നമ്മൾ നേരത്തെ കണ്ടില്ലേ, അവിടത്തെയും തണുപ്പാട്ടാ ഇവിടുത്തെ ഒരു വെള്ളത്തിന്. നമ്മൾ ഇങ്ങനെ കയറി വരാട്ടാ ഈ വെള്ളത്തിൻ്റെ അടുത്തേക്ക്. അപ്പോൾ തണുപ്പ് കൂടി വരുള്ളല്ലോ. കണ്ട ആ ഒരു പാറയുടെ ഉള്ളിൽ കൂടെ ആട്ട വെള്ളം തന്നെ. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇവിടുത്തെ ഒരു എയർ എന്ന് പറഞ്ഞാൽ ഫ്രഷ് എയർ ആയിക്കോട്ടെ, നല്ല തണുപ്പും നമുക്കത് കറക്റ്റ് ഫീൽ ചെയ്യും കിടിലനായിട്ട്. അടിപൊളി എയർ ആട്ടോ ഇവിടുത്തെ, നല്ല അടിപൊളി. നമുക്ക് മനസ്സിലാവും ഇത് കറക്റ്റ് അവിടെ ചെല്ലുമ്പോൾ തന്നെ ആ ഒരു ഇത് കിട്ടും, നമുക്ക് ഫീല് കിട്ടും. പിന്നെ ഇവിടേക്ക് നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റും കേട്ടോ. നമ്മുടെ റിസ്കിൽ തന്നെ ഇറങ്ങണം, ഒരു കുഴപ്പമില്ല, ആർക്കും ഒരു പ്രശ്നമില്ല. നമ്മുടെ റിസ്കിൽ തന്നെ ഇറങ്ങുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. കണ്ടോ കിടിലൻ വ്യൂ ആട്ടത്. ആട്ടുപാലത്തുമ്പോഴൊക്കെ നമുക്ക് നടക്കാൻ പറ്റും കേട്ടോ. നല്ല രസമാട്ടോ മൊത്തത്തിൽ കാണാനായിട്ട്. വീഡിയോയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കണ്ടോ ആ ഒരു ബ്രിഡ്ജും വന്നിട്ടുള്ളൊരു വ്യൂ ആട്ടാ. നല്ല ഫ്ലോ ഉണ്ട് കേട്ടോ വെള്ളത്തിന്, നല്ല ഒഴുക്കുണ്ട്. അതിനെ പറയാം, നമ്മുടെ റിസ്കിൽ തന്നെ ഇറങ്ങണം വെള്ളത്തേക്ക്. നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാട്ടോ, നല്ല തണുപ്പുണ്ട്. പിന്നെ ഇവിടെ മറ്റേ കയാക്കിങ് പോലത്തെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ അവർ ചെയ്യാൻ പറ്റില്ല എന്ന് അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ട ആ ബ്രിഡ്ജും വേണ്ട, ഇവിടെ പറ്റില്ല എന്നുണ്ട്. പക്ഷേ ഇവരവിടെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്, പിന്നെ അതങ്ങനെ ചെയ്യണവരുണ്ട് കേട്ടോ അവിടെ. പിന്നെ അവിടെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ചെറിയൊരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും കേട്ടോ. അവിടെ തന്നെ ഒരു സ്ഥലത്ത് നമുക്കിങ്ങനെ മലയിൽ നിന്നൊരു ചെറിയ ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും. നമ്മൾ ഈ ഗൂഗിളിലൊക്കെ ഈ സോച്ചാന്ന് അടിച്ച് നോക്കുമ്പോൾ ഒരു ഫോട്ടോസ് കാണാൻ പറ്റും വെള്ളച്ചാട്ടത്തിൻ്റെ. അതൊക്കെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. എനിക്ക് എൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ അവിടെ ഉള്ളത് മൊത്തം കവർ ചെയ്തു കേട്ടോ. പക്ഷേ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ രാവിലെ ഇറങ്ങി ഏകദേശം ഒരു വൈകുന്നേരത്തോടെ നമുക്ക് വീട്ടിലൊക്കെ എത്താൻ പറ്റും കേട്ടോ. കാറിൽ വരാണെങ്കിൽ, ബസ്സിൻ്റെ കേസ് എനിക്ക് അറിയില്ല. ഞങ്ങളവിടെ നിന്ന് ഇപ്പോൾ ഒരു 7 മണി 8 മണി 7 മണിക്ക് ഇറങ്ങി അവിടെ നിന്ന്. ഒരു 10 മണിക്ക് ആയപ്പോഴേക്കും വീട്ടിലെത്തി കേട്ടോ. പോണ വഴി അടിപൊളി കേട്ടോ. നമുക്കിങ്ങനെ പതുക്കെ റെസ്റ്റൊക്കെ ചെയ്ത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകണമെങ്കിൽ ചില്ല് ചെയ്തൊക്കെ പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. നമുക്കിങ്ങനെ പോണ വഴിക്ക് ഇടയ്ക്ക് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. വഴിയിലങ്ങനെ ചെറിയൊരു പാർക്കിംഗ് സ്പേസ് പോലെ ഉണ്ട്, അവിടെ ഇങ്ങനെ പാർക്ക് ചെയ്ത് നമുക്ക് പതുക്കെ റെസ്റ്റൊക്കെ ചെയ്ത് പോകാം. ഞങ്ങളങ്ങനെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തപ്പോൾ കണ്ടൊരു ഇതാട്ടത്. 2 ആൾ കണ്ട ആ കുന്നിൻ്റെ മുകളിലേക്ക് നടന്ന് കയറി പോണത്. നമുക്കിങ്ങനെ വഴിയിൽ കാണാൻ പറ്റും, വലിയ കുന്നാട്ടത്. നമുക്ക് വീഡിയോസിൽ എങ്ങനെ കാണണമെന്ന് എനിക്കറിയില്ല. കണ്ട ഇങ്ങനെ കുറേ വ്യൂസ് ഉണ്ട് കേട്ടോ. വഴിയിലൊക്കെ നിർത്തി ഇങ്ങനെ കാണാനൊക്കെ പറ്റും. ആ ഒരു മല കണ്ട, അതിൻ്റെ അപ്പുറ സൈഡിൽ അവിടെ ഈ വിൻ്റർ സീസണിലൊക്കെ ഈ സ്നോഫോൾ വരില്ലേ, അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഈ മറ്റേതിൽ ഇങ്ങനെ സ്കേറ്റിങ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോണത്, ആ സാധനമൊക്കെ ഉണ്ടെന്ന് പറയണ്ടായിരുന്നു കേട്ടോ. നല്ല വ്യൂ ആട്ടോ. അങ്ങനെ റോഡ് സൈഡിലൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ട് വീഡിയോസൊക്കെ എടുത്ത് പോകാം കേട്ടോ, ഫോട്ടോസൊക്കെ എടുക്കാം. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ സ്റ്റേ ഒക്കെ ചെയ്യാം കേട്ടോ. ഇവിടെ ടെൻറ്റൊക്കെ അടിച്ച ആൾക്കാർ ഇങ്ങനെ താമസിക്കുന്നൊക്കെ ഉണ്ട് കണ്ട. അവരിങ്ങനെ കയറി പോകുന്നുണ്ട് കേട്ടോ. നേരെ കയറി പോകാൻ പറ്റില്ല, വലിയ ഇങ്ങനെ ചെരിഞ്ഞുള്ള കുന്നല്ല, നേരെ കയറി പോകാൻ പറ്റും നമുക്ക്.
പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബായ്.